കരിമാടിക്കുട്ടന്റെ സ്വന്തം നന്ദിനിക്കുട്ടി. അതെ, തമിഴ് സിനിമയിലെ കൗസല്യയെ മലയാളികൾ വിളിച്ചത് നന്ദിനി എന്നാണ്. കരിമാടിക്കുട്ടൻ മാത്രമല്ല, അയാൾ കഥ എഴുതുകയാണ്. ലേലം, തച്ചിലെടുത്ത് ചുണ്ടൻ, നാരായണത്ത് തമ്പുരാൻ, സുന്ദരപുരുഷൻ തുടങ്ങിയ ഒത്തിരി ചിത്രങ്ങളിലൂടെ മലയാളത്തിലെത്തിയിട്ടുണ്ട് കൗസല്യ എന്ന നന്ദിനി. എന്നാൽ കുറച്ചുകാലമായി സിനിമാ ലോകത്തു നിന്നൊക്കെ അകലം പാലിച്ചിരിക്കുകയായിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിൽ അതിഥി വേഷം ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ തിരിച്ചെത്തിയ നന്ദിനി ജീവിതത്തിൽ നേരിട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇടയ്ക്ക് ആരോഗ്യനില പ്രശ്നമായി. ശരീരഭാരം 105 കിലോ കൂടി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആ ദിവസങ്ങളെന്ന് നന്ദിനി പറയുന്നു. 4 ഭാഷയിൽ ഒരേ സമയം ഓടി നടന്ന് അഭിനയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ആ ഓട്ടത്തിനിടയ്ക്ക് ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒട്ടും ആരോഗ്യമില്ലാത്ത ഭക്ഷണ രീതികളും വ്യായാമമില്ലായ്മയും ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിച്ചു. യാത്രയിൽ വിശപ്പറിയാതിരിക്കാൻ ഞാൻ ഗ്ലൂക്കോസ് കഴിക്കാൻ തുടങ്ങി. ആദ്യം 1-2 പാക്കറ്റുകളായിരുന്നു. പിന്നെ അതിന്റെ എണ്ണം കൂടി. വിശക്കുമ്പോൾ ഭക്ഷണത്തിന് പകരം ഗ്ലൂക്കോസ് ആയി. അത് ശരീരത്തെ ബാധിച്ചു. ഹോർമോണിൽ വ്യത്യാസമുണ്ടായി. തടി കൂടാൻ തുടങ്ങി. പോരെങ്കിൽ ഡിപ്രഷനും. എല്ലാം കൂടെ വലിയ പ്രശ്നമായി. എല്ലാം എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരുന്നു. അതോടെ ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. 1.5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയില്ല. ഒരുപാട് പേർ വിളിച്ചിരുന്ന എന്റെ ഫോൺ പെട്ടെന്ന് നിശബ്ദമായി. എല്ലാവരും എന്നെ മറന്നതുപോലെ. ഞാൻ സിനിമകൾ കാണുന്നത് പോലും നിർത്തി. ഞാൻ അഭിനയിച്ച സിനിമകൾ വരുമ്പോൾ പോലും TV ഓഫ് ചെയ്യും, നന്ദിനി പറഞ്ഞു.